Good morning, dear students. Welcome back to Financial Statement classes. Today we are discussing of how to prepare balance sheet. ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാർ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ തയ്യാർ ചെയ്തത്. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് എങ്ങനെ തയ്യാർ ചെയ്യാം എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ രണ്ടാമതായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ, assets are this much, liabilities are this much, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ക്ലോസിംഗ് ഡേ മാർച്ച് 31st ഓർ ഡിസംബർ 31st ആസ് ദ കേസ് മേ ബി, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാർ ചെയ്യുന്നത്. ഓക്കെ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ബാലൻസ് ഷീറ്റ്. Assets and liabilities are equal. As you know, accounting equation is total assets is equal to total liabilities plus capital. ഓക്കെ, ആ ഒരു ഇക്വേഷനാണ് ഇവിടെയും പ്രൂവ് ചെയ്യപ്പെടുന്നത്. നേരത്തെ നിങ്ങൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാലും ടോട്ടൽ അസറ്റ്സ് ആർ ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, ബാലൻസ് ഷീറ്റ് എന്ന രൂപത്തിൽ നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് ആർ ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് വേണമെങ്കിൽ ചുരുക്ക രൂപത്തിൽ പറയാം. യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലയബിലിറ്റിയാണ്, ഇക്വിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർചേഞ്ചബിളി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ക്യാപിറ്റലും ലയബിലിറ്റിയിൽ പെടുത്തിയിട്ട് ലയബിലിറ്റീസ് ക്യാൻ ബി ഇൻറ്റേർണൽ ലയബിലിറ്റീസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ഒഴികെയുള്ള എല്ലാ ബാധ്യതകളും ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം നമുക്ക് എക്സ്റ്റേണൽ ലയബിലിറ്റീസിൽ പെടുത്താം. അങ്ങനെയാവുമ്പോൾ ലയബിലിറ്റീസ് എന്ന് മാത്രം പറഞ്ഞാലും മതിയാകും. ഓക്കെ, ഭാവിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക, അസറ്റ്സ് ആർ ഈക്വൽ ടു ലയബിലിറ്റീസ് എന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് തരുന്ന ട്രയൽ ബാലൻസിനകത്ത് പേഴ്സണൽ അക്കൗണ്ടുകളുണ്ടാവും, റിയൽ അക്കൗണ്ടുകളുണ്ടാവും, നോമിനൽ അക്കൗണ്ടുകളുണ്ടാവും. നോമിനൽ അക്കൗണ്ടുകളാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പരിഗണിച്ചത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നോമിനൽ അക്കൗണ്ട്സ് ബാലൻസസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സ് അതുപോലെ റിയൽ അക്കൗണ്ട്സ്, അസറ്റ് അക്കൗണ്ടുകളും മറ്റ് പേഴ്സണൽ അക്കൗണ്ടുകളും, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയുള്ള പേഴ്സണൽ അക്കൗണ്ടുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത്തരം അക്കൗണ്ടുകളാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കുന്നത്. ഓക്കെ, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അങ്ങനെ അങ്ങ് അറേഞ്ച് ചെയ്താൽ മതിയാവില്ല, അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. അതിന് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് പറയുക. ആ ഒരു ടേം ഓർമ്മിച്ച് വെക്കണം, തിയറി ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അസറ്റ്സുകൾ ഗ്രൂപ്പായിട്ടും അതുപോലെ ഒരു പ്രത്യേക ഓർഡറിലും എഴുതി വെക്കണം. എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റീസും സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ പോരാ, ഒരു പ്രത്യേക ഓർഡറും ഗ്രൂപ്പിംഗ് ഒക്കെ വേണം. ഓക്കെ,
അതിനെയാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ അസറ്റുകളാണെങ്കിൽ കറണ്ട് അസറ്റ്സ് സെപ്പറേറ്റ് എഴുതുക, ഫിക്സഡ് അസറ്റ്സ് സെപ്പറേറ്റ് എഴുതുക, അതർ അസറ്റ്സ് സെപ്പറേറ്റ് എഴുതുക. അതേപോലെ ലാബിലിറ്റീസ് ആണെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ്, ലോങ് ടേം ലാബിലിറ്റീസ്. എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെ നമുക്ക് കറണ്ട് ലാബിലിറ്റീസ് എന്നും ലോങ് ടേം ലാബിലിറ്റീസ് എന്നും രണ്ടായി തിരിക്കാം. അതേപോലെ ക്യാപിറ്റലിന് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് രൂപത്തിൽ പറയാം. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അതാണ് ലാബിലിറ്റീസ്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി മാർഷലിംഗ് എന്ന് പറഞ്ഞാലോ ഓർഡറിൽ എഴുതുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയാം. ടേംസ് ഓർമ്മിച്ച് വെക്കണം. മാർഷലിംഗ് എന്ന് പറയുന്നത് നമ്മൾ അസറ്റ്സ് ആസ് വെൽ ആസ് ലാബിലിറ്റീസ് ഒരു പ്രത്യേക ഓർഡറിൽ ചെയ്യാമെന്നുള്ളതാണ്. ഓർഡർ പറയാമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഓർഡർ ഉണ്ട്, അതുപോലെ പെർമനൻസ് ഓർഡർ ഉണ്ട്. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ആസ് ഫാർ ആസ് സോൾ ട്രേഡർ കൺസേൺഡ്, സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ലിക്വിഡിറ്റി ഓർഡറിലാണ് പ്രിപ്പയർ ചെയ്യുക. ലിക്വിഡിറ്റി ഓർഡർ മീൻസ് കറണ്ട് അസറ്റ്സ് ആർ റെക്കോർഡഡ് ഫസ്റ്റ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. ആ ഒരു ഓർഡറിൽ അസറ്റ് സൈഡ് കറണ്ടായിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, എന്താ ഈ കറണ്ട് ഫിക്സഡ് തമ്മിലുള്ള വ്യത്യാസം? ഈ അസറ്റുകൾ ദ സ്പീഡ് വിത്ത് വിച്ച് അസറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അതാണ് അവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. വിത്തിൻ 1 ഇയർ പീരീഡാണ് പറയുന്നത്. 1 ഇയറിനുള്ളിൽ ക്യാഷായി മാറുന്ന അസറ്റുകൾക്കാണ് പൊതുവെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അതുപോലെ മറ്റ് 1 ഇയറിനുള്ളിൽ ക്യാഷായി റൊട്ടേറ്റ് ചെയ്യുന്ന അസറ്റുകളും കറണ്ട് അസറ്റുകളാണ്. ഓക്കെ, അതേപോലെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയറിന് മുകളിൽ ലോങ് ടേം ആവശ്യത്തിന് വേണ്ടി, നോട്ട് ഫോർ റീസെയിൽ, പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടി ബിസിനസ് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടികളാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഗുഡ് വില്, പാറ്റൻ്റ് ഒക്കെ പോലെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ 1 ഇയറിൽ കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അത്തരം അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്സ്. പിന്നെ അതർ അസറ്റ്സ് എന്നുള്ള ഫിക്റ്റീഷ്യസ് അസറ്റൊക്കെ പറയാം. വാല്യൂലെസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാർ ചെയ്യുമ്പോൾ കടന്നു വരുന്ന ചില അസറ്റുകളുണ്ട്. ഓൾ ലോസസ് ആർ അസറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസസ്, നമ്മൾ എഴുതി തള്ളി തീർക്കുന്ന അസറ്റുകൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നാണ് പറയുക, വാല്യൂ ഇല്ലാത്ത അസറ്റുകൾ. ഓക്കെ, അത്തരം അസറ്റുകൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഓർഡറിൽ ചെയ്യുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇനി ലാബിലിറ്റി സൈഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫസ്റ്റ്. കറണ്ട് ലാബിലിറ്റീസ് ഫസ്റ്റ് കൊടുക്കണം. മീൻസ് വിത്തിൻ 1 ഇയർ ദീസ് ലാബിലിറ്റീസ് ആർ ടു ബി മെറ്റ്. 1 ഇയറിനുള്ളിൽ കൊടുത്തു വിടേണ്ട കടങ്ങൾ, ബാധ്യതകൾ, അത്തരം ബാധ്യതകൾക്കാണ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയാം. അതേപോലെ ലോങ് ടേം ലാബിലിറ്റീസ് ഉണ്ട്. ലോങ് ടേം ലാബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് നെക്സ്റ്റ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള 1 ഇയർ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവുന്ന ബാധ്യതകൾ, അതാണ് ലോങ് ടേം ലാബിലിറ്റീസ്. അതിനുശേഷമാണ് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നത്. ലാസ്റ്റ് ക്യാപിറ്റലിൻ്റെ കൂടെയാണ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ചെയ്യുന്നത്, അതുപോലെ നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നത്, ഡ്രോയിങ്സ് മൈനസ് ചെയ്യും, അതേപോലെ ഇൻകം ടാക്സ് മൈനസ് ചെയ്യും. ഇൻകം ടാക്സിനൊക്കെ ഡ്രോയിങ്സിൻ്റെ പരിഗണനയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിനും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ
കറണ്ട് അസറ്റ്സുകൾക്ക് എക്സാമ്പിൾ നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം. ഇതൊക്കെ കറണ്ട് അസറ്റുകളാണ്. ഇവിടെ ഇതിൽ തന്നെ ഓർഡർ ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് ഫസ്റ്റ് ക്യാഷാണ് കൊടുത്തത്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റെസീവബിൾ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് സൺട്രി ഡെറ്റേഴ്സ് വരുന്നത്. നോക്ക്, ബിൽ റെസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് ബിൽസ്. എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ നമ്മൾ ബിൽ റെസീവബിളും ബിൽ പേയബിളൊക്കെ പഠിക്കും. അതായത് പേര് മാറിയ ഡെറ്റേഴ്സാണ്. ഡെറ്റേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, ഓൺ ക്രെഡിറ്റ് സാധനം വാങ്ങിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സാണ് ഡെറ്റേഴ്സ്. അവരുടെ കൂട്ടത്തിൽ നിശ്ചിത ഡേറ്റിനകം ക്യാഷ് തരാം എന്ന് ഗ്യാരണ്ടി നൽകിയ, ബില്ല് നൽകിയ, സെല്ലർ ബില്ല് ഡ്രോൺ ചെയ്തപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമറാണ് നിശ്ചിത ഡേറ്റിനകം ക്യാഷ് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഡെറ്റേഴ്സാണ്, കസ്റ്റമേഴ്സാണ് ബിൽ റെസീവബിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവർക്കൊന്നുകൂടെ മുൻഗണന. ദ സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അപ്പോൾ അവിടെ ഒന്നുകൂടെ സാധ്യത കൂടുതലാണ് ക്യാഷ് പെട്ടെന്ന് കിട്ടാൻ. ഡെറ്റേഴ്സിനേക്കാളും ക്യാഷായി കൺവേർഷൻ നടക്കാനുള്ള സാധ്യത ബിൽസ് റെസീവബിളിനാണ്. അപ്പോൾ ക്യാഷ് ബാങ്ക് കഴിഞ്ഞിട്ട് ബിൽ റെസീവബിൾ കൊടുത്തതിൻ്റെ കാരണം അതാണ്. ഇനി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അറ്റ് എ കോൾ ഓർ അറ്റ് എ നോട്ടീസ് ക്യാഷ് വരും. അതുകൊണ്ടാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതേപോലെ ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് സെയിലാവണം. മോസ്റ്റ് ഓഫ് ദ സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ് നൗ ഡേയ്സ്. അപ്പോൾ ആ സ്റ്റോക്ക് ഡെറ്റേഴ്സായി മാറണം, പിന്നെ അത് ക്യാഷായി വരണം. അതുകൊണ്ടാണ് സ്റ്റോക്ക് കുറച്ച് താഴോട്ട് വന്നത്. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസും അക്രൂഡ് ഇൻകവും. ഓക്കെ, ഇതൊക്കെ കറണ്ട് അസറ്റുകളാണ്. നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് നമ്മൾ സമയമാകുന്നതിന് മുമ്പ് എന്താണ് ഒരാളെടുത്ത് ക്യാഷ് വെക്കാനൊക്കെ കൊടുക്കുന്ന പോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, അതൊക്കെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ദെൻ അക്രൂഡ് ഇൻകം മീൻസ് നമുക്ക് റെൻറ്റ് റെസീവ്ഡ്, ഇൻട്രസ്റ്റ് റെസീവ്ഡ്, ഇതിൻ്റെയൊക്കെ സമയമായിട്ടുണ്ട്, കിട്ടാനുള്ള സമയമായിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഓക്കെ, ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് റെസീവ്ഡ്. അതാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് അസറ്റുകൾ. ഇനി ഫിക്സഡ് അസറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഓർഡർ പ്രകാരം ചെയ്യണം. ലൂസ് ടൂൾസ്, മോട്ടോർ വെഹിക്കിൾസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പാറ്റൻസ്, ഗുഡ് വില്. ആ ഒരു ഓർഡറിൽ പോവാം. ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ വേണമെങ്കിൽ നമുക്കതിന് ഇടയിൽ കൊണ്ടുവരാം. കറണ്ട് അസറ്റ്സിനും ഫിക്സഡ് അസറ്റ്സിനും ഇടയിലുള്ളൊരു സാധനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഫിക്സഡ് അസറ്റ്സിൽ പെടുത്തുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ഓർഡറിൽ നോക്ക്. ലൂസ് ടൂൾസ്, ഇതിൽ ഫിക്സഡ് അസറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂവബിളും ഇമ്മൂവബിളും ഉണ്ടാവും. ഇപ്പോൾ മൂവബിൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ലൂസ് ടൂൾസ്, മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ മൂവബിളാണ്. പിന്നെ നോക്കും നിങ്ങൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, അത്ര കണ്ട് മൂവബിൾ അല്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വളരെ ഫിക്സഡ് ആണ്, അതൊരിക്കലും മൂവബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വന്നത്. പാറ്റൻറ്റ്, ഗുഡ് വില്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ എന്താണ് ലാസ്റ്റാണ് അറേഞ്ച് ചെയ്യേണ്ടത്. കാരണം ഇറ്റ് ഈസ് സോൾഡ് ഓൺലി അപ്പോൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഗുഡ് വില്ലും പാറ്റൻ്റൊക്കെ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അറിയാലോ, ഇറ്റ് കാൺ ബി ടച്ചഡ്, കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത്തരം അസറ്റുകൾ ലാസ്റ്റ് അറേഞ്ച് ചെയ്യാം. ഇനി ലാബിലിറ്റീസ് സൈഡ് നോക്കുകയാണെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫസ്റ്റ്. നമ്മൾ അസറ്റിൻ്റെ കാര്യത്തിൽ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ ലാബിലിറ്റീസിൻ്റെ കാര്യത്തിൽ കറണ്ട് ലാബിലിറ്റീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫസ്റ്റ്. അവിടെ നോക്കുകയാണെങ്കിൽ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അൺഏൺഡ് ഇൻകം, ഓക്കെ, അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറയാം. ഇവിടെയും നോക്ക്, കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ കൊടുത്തു വിടേണ്ട ബാധ്യതകളാണ്. അവിടെ മുൻഗണന കൊടുത്തിരിക്കുന്നത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ മീൻസ് നേരത്തെ ബിൽ റെസീവബിളിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും.
ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഓൺ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ സപ്ലയേഴ്സ്, അവരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, മെറ്റീരിയൽ വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടില്ല, ഓൺ ക്രെഡിറ്റ് ആണ് മെറ്റീരിയൽ വാങ്ങിയത്, അവരാണ് ക്രെഡിറ്റേഴ്സ്. ആ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഇന്ന ഡേറ്റിനകം ക്യാഷ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബില്ല് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റേഴ്സിനെ വിളിക്കുന്നത് ബിൽസ് പേയബിൾ എന്നാണ്. അവിടെ ജേണൽ എൻട്രി പാസ് ചെയ്യും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ബിൽ പേയബിൾ ക്രെഡിറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ പഠിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സിനെ ക്യാൻസൽ ചെയ്തിട്ട്, ഇതുവരെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സിനെ ക്യാൻസൽ ചെയ്തിട്ട് അത് ബിൽ പേയബിളായി മാറും. അതൊക്കെ നിങ്ങൾ അവിടെ കാണും. എന്നിരുന്നാലും ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി ഓർഡർ ആണ് ചെയ്യുന്നത്. മീൻസ് പെട്ടെന്ന് കൊടുക്കേണ്ട, നമ്മൾ ഡേറ്റ് കൊടുത്ത സപ്ലയേഴ്സ് അവർക്കൊന്നുകൂടെ മുൻഗണന, ബിൽ പേയബിൾ ആദ്യം, അതിന് തൊട്ട് താഴെ ക്രെഡിറ്റേഴ്സ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്? എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണ്. എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ട്, അവർ ജോലി എടുത്തിട്ടുണ്ട് എന്നാൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതേപോലെ മന്ത് കഴിഞ്ഞിട്ടുണ്ട്, മാർച്ച് 31 നമ്മൾ വർക്ക് ചെയ്യുന്നത്, എന്നാൽ മാർച്ച് മാസത്തെ റെൻറ്റ് കൊടുത്തിട്ടില്ല, റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇത്തരം ഐറ്റംസാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതേപോലെ അൺഏൺഡ് ഇൻകം. അൺഏൺഡ് ഇൻകം മീൻസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. മാർച്ച് മാസം ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എന്നാൽ നെക്സ്റ്റ് ഏപ്രിൽ മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു, കിട്ടി. അല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇങ്ങനെ ഇൻകം ഏൺ ചെയ്തിട്ടില്ല, അതിൻ്റെ റിയലൈസേഷൻ നടന്നിട്ടില്ല, പക്ഷേ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കയ്യിൽ ക്യാഷ് കിട്ടി. ആ ഒരു സിറ്റുവേഷനാണ് അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലാബിലിറ്റി ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് കറണ്ട് ലാബിലിറ്റീസ് ചെയ്യാം. വേണമെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയാം. ഓവർ ഡ്രാഫ്റ്റും ബാങ്കിൽ നിന്ന് അധികം തുക പിൻവലിക്കുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊരു കറണ്ട് ലാബിലിറ്റി ആയിട്ട് വരും. ദെൻ ഫിക്സഡ് ലാബിലിറ്റീസ് അറേഞ്ച് ചെയ്യുക. ലോങ് ടേം ലാബിലിറ്റീസ് എന്നാണ് ഒന്നുകൂടെ സ്യൂട്ടബിൾ ആവുക. അതിൽ വരിക ലോങ് ടേം ലോൺസ്, അതേപോലെ ബിസിനസ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന റിസർവുകൾ, ഇതൊക്കെ ലോങ് ടേം ലാബിലിറ്റീസാണ്. ഓക്കെ, ലാസ്റ്റാണ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, അതുപോലെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക. കാരണം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബിസിനസ് മാൻ തൻ്റെ ടോട്ടൽ ഇൻകത്തിന് കൊടുക്കുന്ന ടാക്സാണ്. അപ്പം അതുകൊണ്ട് അതൊരു ഡ്രോയിങ്സ് ആയിട്ടാണ് പരിഗണിക്കുക. കാരണം ഇൻകം ടാക്സ് ഈടാക്കുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകംസിനാണ്. ടോട്ടൽ ഇൻകം of a taxpayer is calculated by adding income from salary, income from house property, income from business or profession, capital gains and income from other sources. വെറും ബിസിനസ് ഇൻകത്തിന് മാത്രമല്ല ടാക്സ് കൊടുക്കുന്നത്. ടാക്സ് കൊടുക്കുന്നത് ഈ 5 ഹെഡ്സ് പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതൊരു ഡ്രോയിങ്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, ഇൻകം ടാക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാണ് വേണ്ടത്. ഡ്രോയിങ്സ് ഇയാൾ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാണല്ലോ ചെയ്യാം. അതേപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന ആ രൂപം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് ട്രയൽ ബാലൻസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. ആ ട്രയൽ ബാലൻസിൽ നിന്നും പേഴ്സണൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ട്സും എടുത്തുകൊണ്ട് നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ നെറ്റ് പ്രോഫിറ്റാണ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെ ഓർമ്മിച്ച് വെക്കുക. ലെറ്റ് us see again
part 2 video of balance sheet, or part 5 video, 5 or 6 video of financial statements as a whole. Thank you for all.